ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ ആൻഡ്രോയിഡ് സെൻസി കൊണ്ടുവന്നു. സെൻസിയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബാക്കി കാര്യങ്ങൾ വീഡിയോ പറയുക. എടാ, ഈ വീഡിയോ ഒരു സ്കിപ്പ് ചെയ്യില്ലേ, കാരണം ആൻഡ്രോയിഡ് പ്ലേസ് കുറേ പേര് പിള്ളേരാണ്. നിങ്ങൾക്ക് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇതാണ് നമ്മുടെ ആൻഡ്രോയിഡ് സെൻസി. അപ്പോൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ജിമെയിൽ ഓപ്പൺ ആകും. അത് നിങ്ങൾ ഓക്കെ കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഡയറക്റ്റ് സെൻസിക്കകത്തോട്ട് പോകും. ഓക്കെ, സെൻസി കിടക്കുന്ന ഫോൾഡറിൻ്റെ അകത്തോട്ട് പോകും. ഫസ്റ്റ് കിടക്കുന്നത് ആപ്പ് ഫോർ ഫ്രീ ഫയർ സെൻസി. ഏത് ആപ്പാണ് നമ്മൾ ഈ സെൻസിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്, ആ ആപ്പിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ആ ആപ്പ് എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് ഈ വീഡിയോയ്ക്ക് തന്നെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. പിന്നെ സെക്കൻഡ് കൊടുത്തേക്കുന്നത് ഇൻഫോൺ സെറ്റിങ്സ്, ഫോണിൻ്റെ അകത്ത് വരുത്തേണ്ട മാറ്റങ്ങളാണിത്. അപ്പോൾ അതൊരു വീഡിയോ ആണ്. ആ വീഡിയോ നിങ്ങൾ ഫുള്ള് കണ്ടിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് ചേഞ്ചസ് വരുത്തുക. ഓക്കെ, സ്കിപ്പ് ചെയ്ത് കാണുക ആ വീഡിയോ. ഫോണിൻ്റെ അകത്ത് ചേഞ്ചസ് വരുത്തുന്നത് കറക്റ്റായില്ലെങ്കിൽ ഹെഡ് കറത്തില്ല, ഞാൻ കൺഫേം പറയുക. പിന്നെ വരുന്നത് റാം സെൻസി. അത് നിങ്ങൾക്ക് ആപ്പിൽ നിന്ന് സെൻസി എടുക്കാൻ പാടാണെങ്കിൽ ഈ റാം സെൻസി എടുത്താൽ മതി. ഇത് കണ്ടോ, ഫസ്റ്റ് 2GB to 4GB, അതിൻ്റെ അകത്ത് 2GB തൊട്ട് 4GB വരെ ഉള്ള ഫോണിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന റാം അങ്ങനെ പോകുന്നു. ഓക്കെ, പിന്നെ 2 to 4 to 6, അതും 4 തൊട്ട് 6 വരെ ഉള്ള ഫോണിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത് റാമാണ് നോക്കുന്നത് കേട്ടോ. പിന്നെ 8 to 12, മനസ്സിലായല്ലോ സംഭവം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു FPS-ൻ്റെ, അത് നിങ്ങൾ നോട്ട് ചെയ്തോണം. ഓക്കെ, അപ്പോൾ നമ്മുടെ സെൻസിക്കകത്ത് ഇത്രയും സാധനങ്ങൾ വരുന്നുള്ളൂ. നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും വലിച്ചു കിട്ടിയിട്ടില്ല. ഇനി നമുക്ക് ആപ്പിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ ആപ്പ്. ഈ ആപ്പ് വെച്ചാണ് നമ്മൾ ഫ്രീ ഫയറിൻ്റെ സെൻസി ഉണ്ടാക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ സെൻസിറ്റിവിറ്റി ലെവൽ 6S ഇടുക, 6X. പിന്നെ ടച്ച് സ്പീഡ് അത് ഫുള്ളാക്കി ഇടണം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് DPI വേണോ വേണ്ടയോ എന്നുള്ളത്. നിങ്ങൾ DPI ഇട്ടിട്ടുണ്ടെങ്കിൽ 600+ മണ്ടയ്ക്ക് വരുന്ന DPI ആണെങ്കിൽ 600+ ഇടുക, 600 താഴെ വരുന്നതാണ് 600 താഴെയുള്ള ഇടുക, -600 ഇടുക. DPI വേണ്ടെങ്കിൽ നോ DPI ഇടുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇടുന്നതനുസരിച്ച് നമ്മുടെ ഫോണിൻ്റെ ഡിവൈസ് ഏതാണെന്ന് ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്ത് നമ്മുടെ ഫോണിന് പറ്റുന്ന സെൻസി അവർ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫോണിലെ ഫ്രീ ഫയർ കളിക്കുന്നത് ആ ഫോണിൽ തന്നെ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റ് ചെയ്യുക. കണ്ടോ, നോ DPI ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് DPI വേണ്ടാത്ത സെൻസിയും കിട്ടും. പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നോൺ DPI ഇടുന്നതായിരിക്കും ബെറ്റർ എന്ന് ഞാൻ പറയത്തുള്ളൂ. DPI ചേഞ്ച് ചെയ്ത് കളിക്കുന്ന കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോണിൻ്റെ ഗെയിമിൻ്റെ അല്ലാതെ വേറെ കുറച്ച് സെറ്റിങ്സും കൂടി മാറും. അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, അത് വേറൊരു വീഡിയോ ആണ് ഡീറ്റെയിൽ ചെയ്യാം. എൻ്റെ ഫോൺ വിവോ ആണ്. എൻ്റെ ഫോൺ ഏതാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എനിക്ക് വരുന്ന സെൻസിയാണ് അവർ തന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ സെൻസിയുടെ കാര്യം പറയാനായിട്ട് ഇത്രയേ ഉള്ളൂ. ഓക്കെ, പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചു പിള്ളേർ മീൻസ് ഒരു 10ാം ക്ലാസ് 9ാം ക്ലാസ് താഴെ പഠിക്കുന്നവന്മാർ, അവന്മാർ DPI കയറി പണിയരുത്. ഈ DPI കയറി പണിത് കഴിഞ്ഞാൽ വരുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിന് കംപ്ലയിൻറ്റോ അങ്ങനെ കാര്യങ്ങളൊന്നും വരത്തില്ല. ഈ DPI എന്ന് പറയുന്ന സാധനം നമ്മുടെ ഫോണിന് ബെസ്റ്റ് പെർഫോമൻസ് തരാൻ വേണ്ടിയാണ്. ഓക്കെ, DPI കൂടുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസ് നല്ല രീതിക്ക് ഇൻക്രീസ് ആകും. പെർഫോമൻസ് ഇൻക്രീസ് ആകുന്നതുകൊണ്ട് ബാറ്ററി ഹെൽത്ത് പെട്ടെന്ന് കുറയും. ബാറ്ററി ചാർജ് അല്ല, ബാറ്ററി ഹെൽത്ത് എന്നാന്ന് യൂട്യൂബിൽ നോക്കിയാൽ മതി. പക്ഷേ അതൊന്നുമല്ല പ്രശ്നം വരുന്നത്. ഈ DPI നമ്മൾ ചേഞ്ച് ആക്കുമ്പം നമ്മുടെ ഫോണിൻ്റെ അകത്ത ഫോണ്ട് അക്ഷരം അത് ചിലപ്പോൾ വലുതാകാം ചെറുതാകാം. പിന്നെ ഫോണിൻ്റെ അകത്ത പല സെറ്റിങ്സും മാറാം. ഇപ്പോൾ നീ യൂട്യൂബ് എടുക്കുമ്പം നോർമലായിട്ട് ടൈപ്പ് വരുന്നത്, DPI മാറ്റി കഴിയുമ്പോൾ യൂട്യൂബ് എടുക്കുമ്പം ഒരുമാതിരി നമ്മുടെ ക്രോമിൻ്റെ അകത്ത് ഡെസ്ക്ടോപ്പ് മോഡ് എടുത്തില്ല, അതുപോലെ ആവും. അതാണ് ഞാൻ പറഞ്ഞത്, DPI കയറി പണിയാൻ നിൽക്കരുത് കൊച്ചു പിള്ളേർ. സ്വന്തമായിട്ട് ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നാ വേണമെങ്കിലും കാണിച്ചു, ഒരു കുഴപ്പമില്ല. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചിലവർക്ക് ഈ ടെലിഗ്രാം ലിങ്ക് ക്ലിക്ക് ചെയ്താൽ കയറാൻ പറ്റത്തില്ല, റീലോഡ് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ അവർ VPN ഡൗൺലോഡ് ചെയ്യണം. VPN ഡൗൺലോഡ് ചെയ്തിട്ട് VPN ഓണാക്കിയാൽ അത് ഓട്ടോമാറ്റിക്കലി പിന്നെ കയറാൻ പറ്റും. VPN നിങ്ങളുടെ നെറ്റിൻ്റെ സ്പീഡ് കൂട്ടും, IP അഡ്രസ് മാറ്റും. പിന്നെ VPN യൂസ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ VPN യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇന്ന് തന്നെ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കണം. ഓക്കെ, പിന്നെ ചാനൽ സബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ.